ഓക്കെ, അപ്പോൾ കഴിഞ്ഞ പോർഷനിൽ നമ്മൾ എന്ത് ചെയ്തു, മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഇതൊക്കെ കണ്ടു. അപ്പോൾ ഇന്ന് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത് എന്താണ്, മാഗ്നറ്റിക് ഫീൽഡ് അറൗണ്ട് കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ. ഓക്കെ, ദെൻ കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ. ഓക്കെ, ഈ സെക്ഷനിൽ നമ്മൾ എന്താ പഠിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളൊരു കണ്ടക്ടറിലൂടെ കറണ്ട് പാസ് ചെയ്ത് വിടുക. അതായത് നമ്മൾ ഒരു കണ്ടക്ടർ എടുത്തു, ആ കണ്ടക്ടറിൽ എന്ത് ചെയ്യുവാണ്, കറണ്ട് പാസ് ചെയ്യുവാണ്. അപ്പോൾ കറണ്ട് പാസ് ചെയ്യുമ്പോൾ നമ്മൾക്ക് കറണ്ട് പാസ് ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ പഠിച്ചാണ്. ഇലക്ട്രിസിറ്റി എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചാണ് ഒരു മൂവിങ് ചാർജിനെ പറ്റിയൊക്കെ. അവിടെ അപ്പം നമ്മൾ കണ്ടക്ടർ എടുത്തിട്ടുണ്ടെങ്കിൽ, ഒരു കണ്ടക്ടറിൽ കറണ്ട് പാസ് ചെയ്യുമ്പം അവിടെ കറണ്ടിൻ്റെ പാസേജ് മാത്രമല്ല നടക്കുന്ന, അവിടെ ഒരു പ്രത്യേകത കൂടിയുണ്ട്. എന്താണ്, അതിൻ്റെ സറൗണ്ടിങ് റീജിയനിൽ എന്ത് പ്രൊഡ്യൂസ് ചെയ്യും, മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, അതായത് ഒരു കറണ്ട് ക്യാരിയിങ് കണ്ടക്ടറിൻ്റെ സറൗണ്ടിങ് റീജിയനിൽ എന്ത് പ്രൊഡ്യൂസ് ചെയ്യും, മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യും. ഇത് കണ്ടുപിടിച്ചത് ഹാൻ ക്രിസ്റ്റ്യൻ ഓസ്റ്റഡ് എന്ന് പറഞ്ഞൊരു സയൻറ്റിസ്റ്റ് ആണ്. പുള്ളി ആക്സിഡൻ്റലി കണ്ടുപിടിച്ചാണ്. ആക്ച്വലി പുള്ളി എന്ത് ചെയ്തു, മറ്റൊരു എക്സ്പെരിമെൻറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു കോമ്പസ് നീഡിൽ അതായത് ഡിഫ്ലക്റ്റ് ചെയ്യുന്നതായിട്ട് പുള്ളി പെട്ടെന്ന് കണ്ടു. അതായത് കറണ്ട് പാസ് ചെയ്യുന്ന സമയത്ത്, ഒരു കറണ്ട് ബേസ്ഡ് എക്സ്പെരിമെൻറ്റ് ചെയ്യുന്ന സമയത്ത് കറണ്ട് പാസ് ചെയ്യുന്ന സമയത്ത് മാത്രം ഒരു കോമ്പസ് നീഡിൽ ഡിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ പുള്ളി അത് ആദ്യം മനസ്സിലായില്ല എന്താണെന്ന്. പിന്നീട് എന്ത് ചെയ്തു, ചെയ്ത എക്സ്പീരിയൻസ് ഒക്കെ പുള്ളി അഗെയിൻ റിപ്പീറ്റ് ചെയ്തപ്പോഴേക്കാണ് കറണ്ട് പാസ് ചെയ്യുന്ന സമയത്താണ് ആ ഡിഫ്ലക്ഷൻ നടക്കുന്നതെന്ന് പുള്ളിക്ക് മനസ്സിലായി. അപ്പോൾ അതിൽ നിന്നാണ് കറണ്ടും മാഗ്നറ്റിക് ഫീൽഡും തമ്മിലുള്ളൊരു റിലേഷൻ എന്ത് ചെയ്തത്, പുള്ളി കൊണ്ടുവന്നത്. അപ്പം അത് ആണ് നമ്മൾക്ക് ഇനി പഠിക്കുന്നത്. ഹാൻ ക്രിസ്റ്റ്യൻ ഓസ്റ്റഡ് എന്ന് പറഞ്ഞ സയൻറ്റിസ്റ്റ് ആണ് ഇത് കണ്ടുപിടിച്ചത്. അപ്പം കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ എന്താണ് ചെയ്യുന്നത്, ഒരു മാഗ്നറ്റിക് ഫീൽഡ് ജനറേറ്റ് ചെയ്യും. അതായത് നമ്മളിപ്പോൾ ഒരു കണ്ടക്ടർ എടുക്കുമെന്ന് വിചാരിക്കാം. ഫോർ എക്സാമ്പിൾ AB എന്ന് പറയുന്ന ഒരു കണ്ടക്ടർ ഞാൻ എടുക്കുന്നു. ഓക്കെ, ദിസ് ഇസ് എ കണ്ടക്ടർ AB. ഈ AB-ലേക്ക് ഞാൻ എന്ത് ചെയ്യുവാണ്, ഒരു സെല്ല് കണക്ട് ചെയ്യുവാണ്. ഓക്കെ, ഇതിലേക്ക് ഞാൻ ഇലക്ട്രിക് സപ്ലൈ പ്രൊവൈഡ് ചെയ്യാനായിട്ട് സെല്ലോ ബാറ്ററി കണക്ട് ചെയ്തു. ഓക്കെ, ഇവിടെ നമ്മുടെ കണ്ടക്ടർ എന്ന് പറയുന്നത് AB ആണ് കേട്ടോ. ഓക്കെ, ദിസ് ഇസ് ദ കണ്ടക്ടർ. ഞാൻ ഇച്ചിരി ഡാർക്കൺ ചെയ്തിട്ടുണ്ട്. അപ്പം ഈ കണ്ടക്ടർ, ഈ AB എന്ന് പറയുന്ന കണ്ടക്ടറിലൂടെ കറണ്ട് പാസ് ചെയ്യും. ഇപ്പം ഞാൻ സെല്ലിൻ്റെ പോസിറ്റീവ് ഇങ്ങനെ കണക്ട് ചെയ്തെങ്കിൽ ഇവിടെ ഒരു കീ ഉണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി സെല്ലിൻ്റെ പോസിറ്റീവ് ഇവിടെയാണെങ്കിൽ കറണ്ട് ഇവിടെ നിന്നും ഇങ്ങോട്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഒരു പണി ചെയ്യാം. ഇത് നോർത്തും ഇത് സൗത്തും നിന്നും എടുക്കാം. നമ്മുടെ ഡയഗ്രാം അനുസരിച്ച് നോർത്ത് സൗത്ത് ഡയറക്ഷനാണ്. ദെൻ ഇത് ഈസ്റ്റ് വെസ്റ്റ്, ഇത് ഈസ്റ്റ് വെസ്റ്റ്. അത് വേണമെങ്കിൽ ഞാനിവിടെ മറ്റൊരു ഇതായിട്ട് വരയ്ക്കാം. ഈസ്റ്റ് വെസ്റ്റ് നോർത്ത് സൗത്ത്. ഓക്കെ, അപ്പോൾ ഈസ്റ്റ് വെസ്റ്റ് നോർത്ത് സൗത്ത് നമ്മൾ വരച്ച്. അപ്പോൾ നോക്കിയേ, നമ്മൾ ഇതിനകത്ത് നോക്കുവാണെങ്കിൽ കറണ്ട് നോക്കിയേ, ഇവിടെ കറണ്ട് പാസ് ചെയ്യുവാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു കണ്ടക്ടറിലൂടെ കറണ്ട് പാസ് ചെയ്യുമ്പം അതിൻ്റെ ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത്, ഒരു കണ്ടക്ടറിലൂടെ കറണ്ട് പാസ് ചെയ്യുമ്പം അതിൻ്റെ സറൗണ്ടിങ് റീജിയനിൽ എന്ത് പ്രൊഡ്യൂസ് ചെയ്യും, മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യും. എങ്ങനെയാണ് മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് നമുക്കറിയാൻ പറ്റുന്നത്, നമ്മൾ എന്ത് ചെയ്താൽ മതി, ഇവിടെ ഒരു കോമ്പസ് നീഡിൽ പ്ലേസ് ചെയ്യുക. ഇവിടെ ഞാൻ കോമ്പസ് നീഡിൽ പ്ലേസ് ചെയ്യുന്നത് ബിലോ ദ കണ്ടക്ടറാണ്. ഓക്കെ, കോമ്പസ് നീഡിൽ ഈസ് പ്ലേസ്ഡ് ആൻഡ് ഇറ്റ്സ് നോർത്ത്. ഓക്കെ, നീഡിലിൻ്റെ ഓക്കെ, ഞാൻ കോമ്പസ് നീഡിൽ ബിലോ ആണ് കേട്ടോ വെച്ചേക്കുന്നത്. ഓക്കെ, ഇതിനൊരു നീഡിൽ ഉണ്ടാവും. ആ നീഡിൽ ഓക്കെ, ഇതിപ്പോൾ ഞാൻ ബിലോ ആണ്, അതുകൊണ്ട് ഞാൻ ഇവിടെ ഡോട്ട് ഇട്ട് ഞാൻ ഒന്നുകൂടെ ഇതാക്കുന്നു. ഓക്കെ, ഇവിടെ ഒരു കോമ്പസ് നീഡിൽ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇവിടെ ഞാൻ പറഞ്ഞേക്കുന്നു ബിലോ, ഞാൻ ഇവിടെ നോട്ട് ചെയ്യാം കേട്ടോ. കോമ്പസ് നീഡിൽ ഈസ് കോമ്പസ് ബിലോ കണ്ടക്ടർ. ഓക്കെ, കോമ്പസ് നീഡിൽ ഞാനിവിടെ പ്ലേസ് ചെയ്തിരിക്കുന്നത് ബിലോ ദ കണ്ടക്ടറാണ്. അപ്പോൾ കോമ്പസ് നീഡിൽ ഞാൻ ബിലോ ദ കണ്ടക്ടർ പ്ലേസ് ചെയ്തു. അപ്പം ബിലോ ആണ്. ഓക്കെ, അതായത് കണ്ടക്ടറിന് അടിയിലാണ്. അതായത് ഇപ്പം ഇതാണ് കണ്ടക്ടർ എങ്കിൽ കണ്ടക്ടറിൻ്റെ അടിയിലാണ് ഞാൻ കോമ്പസ് നീഡിൽ പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പം ഹാൻ ക്രിസ്റ്റ്യൻ ഓസ്റ്റഡ് എന്താ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ എക്സ്പെരിമെൻറ്റ് ചെയ്തിട്ട് ഇങ്ങനെ ഒരു കോമ്പസ് നീഡിൽ ഇതിൻ്റെ അടിയിൽ വെച്ചു. എന്നിട്ട് എന്ത് ചെയ്തു, കറണ്ട് പാസ് ചെയ്തു. കറണ്ട് പാസ് ചെയ്യുമ്പോൾ നമുക്കറിയാം, ഈ കോമ്പസ് നീഡിൽ ഡിഫ്ലക്റ്റ് ചെയ്യണമെങ്കിൽ ഡെഫിനറ്റ്ലി അവിടെ എന്ത് പ്രൊഡ്യൂസ് ചെയ്യണം, ഇതൊരു മാഗ്നറ്റ് ആണ്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി അവിടെ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ജനറേറ്റ് ചെയ്താൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ഈ കോമ്പസ് നീഡിൽ ഡിഫ്ലക്റ്റ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പം ഹാൻ ക്രിസ്റ്റ്യൻ ഓസ്റ്റഡ് അല്ലെങ്കിൽ ഈ എക്സ്പെരിമെൻറ്റ് ചെയ്ത സമയത്ത് എന്ത് ചെയ്തു, ഇങ്ങനെ നോർത്ത്, നമുക്ക് ഇവിടെ നോർത്ത് സൗത്ത് ഡയറക്ഷൻ ബേസ് ചെയ്ത് പറയാം. ഇപ്പം നോർത്തിൽ നിന്ന് സൗത്തിലേക്ക് കറണ്ട് പാസ് ചെയ്തു. അതായത് ഈ ഡയറക്ഷൻ അനുസരിച്ച് നോർത്തിൽ നിന്ന് സൗത്തിലേക്ക്. ഈ കണ്ടക്ടർ ബിലോ ആണെങ്കിൽ എന്ത് സംഭവിക്കും, the needle will deflected. Okay, when the current passes through the conductor AB, the compass needle will be deflected towards east. Okay, എങ്ങാട് ഡിഫ്ലക്ട് ചെയ്യുന്നതായിട്ട് കണ്ടു, ഈസ്റ്റിലേക്ക് ഡിഫ്ലക്ട് ചെയ്യുന്നതായിട്ട് കണ്ടു. ഓക്കെ, എവിടേക്ക് ഡിഫ്ലക്ട് ചെയ്യുന്നതായിട്ട് കണ്ടു, ഈസ്റ്റിലേക്ക് ഡിഫ്ലക്ട് ചെയ്യുന്നതായിട്ട് കണ്ടു. അതായത് കോമ്പസ് നീഡിൽ എങ്ങനെ ഡിഫ്ലക്ട് ചെയ്തു,
ഈസ്റ്റിലേക്ക് ഡിഫ്ലക്ട് ചെയ്തു. അങ്ങനെ കോമ്പസ് നീഡിൽ ഡിഫ്ലക്ട് ചെയ്തെങ്കിൽ ഇതിൽ നിന്നൊരു കാര്യം മനസ്സിലായി, എന്താണ്, ഒരു കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നതുകൊണ്ടാണ് എന്ത് ചെയ്തത്, ഈ കോമ്പസ് നീഡിൽ ഡിഫ്ലക്ട് ചെയ്തത്. ഓക്കെ, അപ്പം ഒരു കറണ്ട് ക്യാരിയിങ് കണ്ടക്ടറിന്റെ കൺസെപ്റ്റ് എടുത്തപ്പോഴേക്കും ഹാൻ ക്രിസ്റ്റ്യൻ ഓസ്റ്ററിന്റെ സയന്റിസ്റ്റിന്റെ എന്താണ് എക്സ്പെരിമെന്റ് ആണ് നമ്മൾ പറയുന്നത്. ആ എക്സ്പെരിമെന്റിൽ കുറച്ച് കൺക്ലൂഷൻസ് ഉണ്ട്. ആ കൺക്ലൂഷൻസ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യുവാണ്, ആ കൺസെപ്റ്റ് പറയാൻ വേണ്ടി ആദ്യം തന്നെ ഒരു കണ്ടക്ടർ എടുത്തു, എ ബി എന്ന് പറയുന്ന ഒരു കണ്ടക്ടർ എടുത്തു. ആ കണ്ടക്ടറിന്റെ ബിലോ എന്ത് ചെയ്തു, നമ്മളൊരു കോമ്പസ് നീഡിൽ പ്ലേസ് ചെയ്തു. ആ ബിലോ ഇരിക്കുന്ന കോമ്പസ് നീഡിൽ എന്ത് ചെയ്തു, ഈ പറഞ്ഞ കണ്ടക്ടറിലൂടെ നോർത്തിൽ നിന്ന് സൗത്തിലേക്ക് കറണ്ട് പാസ് ചെയ്തപ്പം എന്ത് ചെയ്തു, ഇറ്റ് ഡിഫ്ലക്റ്റഡ് ടുവേർഡ്സ് ഈസ്റ്റ്. എന്തായാലും അത് ഡിഫ്ലക്റ്റ് ചെയ്തു. ഈസ്റ്റ് ഇതാണ്, സോ ഈസ്റ്റിലേക്ക് എങ്ങനെ കിട്ടി എന്നുള്ളത് ഞാൻ പറയാം, ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ ഞാൻ പറയാം. അപ്പം ഡിഫ്ലക്റ്റ് ചെയ്യുന്ന കണ്ടു, എങ്ങടെ ഈസ്റ്റിലേക്ക് ഡിഫ്ലക്റ്റ് ചെയ്തു അല്ലേ. സെയിം എക്സ്പെരിമെൻറ്റ് പുള്ളി എന്ത് ചെയ്തെന്നറിയോ, അതിനുശേഷം എന്ത് ചെയ്തു, കറണ്ട് നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ, അതായത് ഈ പറഞ്ഞ കണ്ടക്ടർ തന്നെ എടുത്തു. ആ കണ്ടക്ടറിലെ സെല്ലിൻ്റെ ഡയറക്ഷൻ നേരെ ഓപ്പോസിറ്റ് ആക്കി. ഓക്കെ, സെല്ല് നേരെ ഇൻ്റർചേഞ്ച് ചെയ്ത് വെച്ചു. ഓക്കെ, സെല്ല് ഇൻ്റർചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി കറണ്ടിൻ്റെ ഡയറക്ഷൻ മാറി. ഓക്കെ, ബി ഇതാണ്, എ ഇതാണ്. ഓക്കെ, കണ്ടക്ടർ ഇതാണ്, ഈ കണ്ടക്ടറിലൂടെ കറണ്ട് ഇതാ ഇവിടെ. ഓക്കെ, ഇതുണ്ട്. ഓക്കെ, ഇനി എന്ത് സംഭവിച്ചു എന്നറിയോ, ഇങ്ങനെ വെച്ചപ്പോഴേക്കും എന്ത് പറ്റി, ഈ പറഞ്ഞ കണ്ടക്ടറിൽ ഓക്കെ കറണ്ടിൻ്റെ ഡയറക്ഷൻ റിവേഴ്സ് ചെയ്തു. കറണ്ടിൻ്റെ ഡയറക്ഷൻ റിവേഴ്സ് ചെയ്തപ്പം ഇപ്പം സൗത്തിൽ നിന്ന് നോർത്തിലേക്കാണ്. അപ്പോൾ എങ്ങോട്ട് ഡിഫ്ലക്ട് ചെയ്യുന്ന കണ്ടു, ഇറ്റ് ഡിഫ്ലക്റ്റഡ് ടുവേർഡ്സ് വെസ്റ്റ്. വെസ്റ്റിലേക്ക് ഡിഫ്ലക്ട് ചെയ്യുന്ന കണ്ടു. എന്ത്, കോമ്പസ് നീഡിൽ വെസ്റ്റിലേക്ക് ഡിഫ്ലക്ട് ചെയ്തു. ഇതിൽ നിന്ന് എന്ത് മനസ്സിലായി, ഇപ്പോൾ ഹാൻ ക്രിസ്റ്റ്യൻ ഓസ്റ്ററിൻ്റെ എക്സ്പെരിമെൻറ്റിൽ ആദ്യത്തെ കാര്യം നമ്മൾ കൺക്ലൂഡ് ചെയ്യുന്ന കാര്യമാണ്. ഒന്നാമത്തെ കാര്യം എന്താണ്, വെൻ കറണ്ട് പാസസ് ത്രൂ എ കണ്ടക്ടർ a magnetic field will be generated around it. That's why the compass needle gets deflected. Okay, first thing. സെക്കൻഡ് തിങ് എന്ന് പറയുന്നത് എന്ത് ചെയ്തു, കറണ്ടിൻ്റെ ഡയറക്ഷൻ റിവേഴ്സ് ചെയ്തു അല്ലേ. അപ്പോൾ കോമ്പസ് നീഡിൽ എന്ത് ചെയ്തു, ഡിഫ്ലക്ട് ചെയ്യുന്നത് ഓപ്പോസിറ്റ് ഡയറക്ഷനായി. ഇങ്ങനെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഡിഫ്ലക്ട് ചെയ്തു. കറണ്ട് മാറ്റിയപ്പോഴേക്കും കോമ്പസ് നീഡിൽ ഓപ്പോസിറ്റ് ഡിഫ്ലക്ട് ചെയ്തു എന്ന് പറഞ്ഞാൽ അവിടെ എന്ത് മനസ്സിലായി, അതായത് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ ഓപ്പോസിറ്റായി എപ്പം കറണ്ട് റിവേഴ്സ് ചെയ്തപ്പം. അപ്പം വെൻ ദ ഡയറക്ഷൻ ഓഫ് കറണ്ട് ഈസ് റിവേഴ്സ്ഡ്, the direction of deflection of the needle also gets in the opposite direction due to the എന്താണ് direction of magnetic field also gets reversed. ഓക്കെ, അതായത് മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ റിവേഴ്സ് ചെയ്തുകൊണ്ട് കോമ്പസ് നീഡിൽ എന്ത് ചെയ്തു, ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ എന്ത് ചെയ്തു, ഡിഫ്ലക്ട് ചെയ്തു. ഓക്കെ, എൻ്റെ തേർഡ് പോയിന്റ്, ഇതിൽ വരുന്ന തേർഡ് പോയിന്റ് എന്ന് പറയുന്നത് when the strength of the current is increase, അതായത് ഞാൻ ഇതിലൂടെ പാസ് ചെയ്യുന്ന കറണ്ടിന്റെ സ്ട്രെങ്ത് ഇൻക്രീസ് ചെയ്തു. കറണ്ടിന്റെ സ്ട്രെങ്ത് ഇൻക്രീസ് ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ പറ്റും the needle deflected more. അതായത് കറണ്ടിന്റെ സ്ട്രെങ്ത് കൂട്ടിയപ്പോഴേക്കും എന്ത് ചെയ്തു, മാഗ്നറ്റിക് ഫീൽഡിന്റെ സ്ട്രെങ്ത്തും ഇൻക്രീസ് ചെയ്തു. അങ്ങനെ മാഗ്നറ്റിക് ഫീൽഡിന്റെ സ്ട്രെങ്ത് ഇൻക്രീസ് ചെയ്തപ്പം നീഡിൽ എന്ത് ചെയ്തു, കൂടുതൽ ഡിഫ്ലക്ട് ചെയ്തു. ഓക്കെ, ദിസ് ഇസ് ദ തേർഡ് പോയിന്റ്. ഓക്കെ, ക്ലിയർ ആണല്ലോ. ആൻഡ് ദ ഫോർത്ത് പോയിന്റ് ഈസ്, നമ്മൾ ഇനി എന്ത് ചെയ്യാൻ പോകുന്ന വെച്ചാൽ ഈ കോമ്പസ് നീഡിലിനെ നമ്മൾ എന്ത് ചെയ്തു, എബോവ് ദ കണ്ടക്ടർ വയ്ക്കുന്നു. എബോവ് ദ കണ്ടക്ടർ, കണ്ടക്ടറിന്റെ എബോവ് പ്ലേസ് ചെയ്ത് കഴിയുമ്പം എന്ത് സംഭവിക്കും, നമ്മൾ നേരത്തെ ഇവിടെ എന്താണ് നോർത്തിൽ നിന്ന് സൗത്തിലേക്ക് കറണ്ട് പാസ് ചെയ്തപ്പം the needle is get deflected towards east ആണെങ്കിൽ when the compass is above the conductor, when the compass needle is placed above, നേരത്തെ കോമ്പസ് നീഡിൽ എന്ത് ചെയ്ത്, നമ്മൾ ഇതാണ് കോമ്പസ് എന്ന് വിചാരിച്ചോളൂ, കണ്ടക്ടർ ഇതാണ്, കണ്ടക്ടറിന്റെ ബിലോ ആണ് പ്ലേസ് ചെയ്തിരുന്നത്, ബിലോ പ്ലേസ് ചെയ്തു. ഇനി നമ്മൾ എവിടെ വെക്കുന്നു, ഓക്കെ തിരിച്ച്, ഇങ്ങനെയായിരുന്നു വെച്ചിരുന്നെങ്കിൽ തിരിച്ചിങ്ങനെ അല്ലേ. അപ്പോൾ എന്താ കാണാൻ ഭാഗത്തിന്, കോമ്പസിനെ കാണാൻ ഭാഗത്തിന് എന്ത് ചെയ്തു, ഇങ്ങനെ വെച്ചു. അങ്ങനെ മേളിൽ എബോവ് ദ കണ്ടക്ടർ വെച്ചു. അപ്പോൾ കണ്ടക്ടറിന്റെ എബോവ് വെച്ചപ്പോഴേക്കും ഇനിഷ്യൽ കേസിൽ ബിലോ ദ കണ്ടക്ടർ ആയിരുന്നപ്പം ഇറ്റ് ഡിഫ്ലക്റ്റഡ് ടുവേർഡ്സ് ഈസ്റ്റ് ആണെങ്കിൽ സെയിം ഡയറക്ഷനിൽ തന്നെ when the compass is above the conductor it deflected towards west, വെസ്റ്റിലേക്ക് ഡിഫ്ലക്ട് ചെയ്തു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കണ്ടക്ടർ എടുക്കുവാണെങ്കിൽ ആ കണ്ടക്ടറിന്റെ എബവും ബിലോവും എന്താണ്, ഡയറക്ഷൻ ഈസ് ഓപ്പോസിറ്റ് ടു ദ എന്താണ്, ഓപ്പോസിറ്റ് ദ മാഗ്നറ്റിക് ഫീൽഡ്, ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ഈസ് ഓപ്പോസിറ്റ്, ദ ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് എന്താണ്, ഓപ്പോസിറ്റ് ആണ്. അപ്പോൾ ഇവിടെ നിന്ന് ഓക്കെ കറണ്ട് ഇവിടെ നിന്ന് ഇങ്ങനെയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യുന്നു, ഈ ഡയറക്ഷൻ ആണ് എബോവ് ടുവേർഡ്സ് യു ആണെങ്കിൽ ബിലോ എന്തായിരിക്കും, ടുവേർഡ്സ് മീ. ഓക്കെ, എൻ്റെ അടുത്തേക്കായിരിക്കും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണ് രണ്ട് സൈഡിലും മാഗ്നറ്റിക് ഫീൽഡ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ആര് കണ്ടുപിടിച്ചത്, ഹാൻ ക്രിസ്റ്റ്യൻ ഓസ്റ്ററിൻ്റെ എക്സ്പെരിമെൻറ്റിൽ നിന്നും കൺക്ലൂഡ് ചെയ്തത്. അപ്പം നിങ്ങൾ കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ ഓസ്റ്റേർസ് എക്സ്പെരിമെൻ്റ് എന്ന് എഴുതിക്കോ, ഓസ്റ്റേർസ് എക്സ്പെരിമെൻറ്റ്. ഓക്കെ, ഓസ്റ്റേർസ് എക്സ്പെരിമെൻറ്റ്. ഓക്കെ, എന്നിട്ട് എഴുതിക്കോളൂ ഫസ്റ്റ് പോയിന്റ്. ഓക്കെ, എന്നിട്ട് ഡയഗ്രാം വരയ്ക്കുക. ഡയഗ്രാം നിങ്ങൾ വരച്ചോളുക. ഓക്കെ, ദെൻ പോസ് ചെയ്തിട്ട് നിങ്ങൾ ഡയഗ്രാം വരച്ചോളുക. അതിൻ്റെ പോയിന്റ്സ് എഴുതിക്കോളൂ. ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് കൺക്ലൂഷൻസ് എന്ന് കൊടുക്കുക. ഇതിനിടയിൽ കൺക്ലൂഷൻസ് കൊടുക്കുക. ഫസ്റ്റ് പോയിന്റ്, വെൻ കറണ്ട് പാസസ് ത്രൂ എ കണ്ടക്ടർ
when current passes through a conductor, a magnetic field is generated around the conductor. A magnetic field is generated around the conductor so that the compass needle gets deflected. Then the second point, when the direction of current is reversed, the direction of magnetic field also gets reversed so that the compass needle deflected in the opposite direction. When the direction of the current is reversed, the direction of magnetic field also gets reversed so that the compass needle deflected in the opposite direction. Okay. And the third one എന്താ പറഞ്ഞത്, when the strength of the current is increased, the strength of the magnetic field also gets increased. When the strength of the current is increased, the strength of the magnetic field also gets increased so that the compass needle deflected more. Fourth point, the magnetic field above and below the conductor is in opposite direction so that the compass needle deflected in opposite direction below and above. In opposite direction above and below the conductor. Okay, clear ആണല്ലോ? അപ്പോൾ ഇത്രയാണ് 4 പോയിന്റ്സ് ഇതിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള കൺക്ലൂഷൻ. അപ്പോൾ ഇത്രയും നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഇനി ഇതിൻ്റെ ഡയറക്ഷൻ നോക്കാനായിട്ട് ആംബിയർ സ്വിമ്മിംഗ് റൂൾ എന്ന് പറഞ്ഞ റൂൾ ഉണ്ട്, അല്ലെങ്കിൽ നമുക്ക് റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ ഉണ്ട്. ഓക്കെ, അത് നമ്മുടെ റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ സ്ട്രൈറ്റ് കണ്ടക്ടറിൻ്റെ കൺസെപ്റ്റിനെ ബേസ് ചെയ്താണ്. അപ്പോൾ ഇത് ടുവേർഡ്സ് വെസ്റ്റ് എന്ന് പറയുന്നത്. ഇനി അടുത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് എങ്ങോട്ട് ഡിഫ്ലക്ട് ചെയ്യും, അതായത് കോമ്പസ് നീഡിൽ എങ്ങോട്ട് ഡിഫ്ലക്ട് ചെയ്യുമെന്ന്, ഏത് ഡയറക്ഷനിൽ ഡിഫ്ലക്ട് ചെയ്യുമെന്ന് അറിയാൻ വേണ്ടി നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, സ്നോ റൂള് അപ്ലൈ ചെയ്യാം. സ്നോ റൂള് പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ കോമ്പസ് നീഡിൽ ബിലോ ദ കണ്ടക്ടർ ആണെങ്കിൽ, ഓക്കെ, കോമ്പസ് നീഡിൽ ബിലോ ദ കണ്ടക്ടർ, ഓക്കെ, കോമ്പസ് നീഡിൽ ബിലോ, കോമ്പസ് ഈസ് ബിലോ ദ കണ്ടക്ടർ ആണെങ്കിൽ, ഓട്ടോമാറ്റിക്കലി നമുക്കൊരു റൂൾ അപ്ലൈ ചെയ്യാം. സ്നോ റൂൾ എന്ന് പറയും. സ്നോ റൂൾ. ഓക്കെ, സ്നോ റൂൾ എന്ന് പറഞ്ഞാൽ എന്താണ്? എസ് എന്ന് പറഞ്ഞാൽ സൗത്ത്, എൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നോർത്ത്, ആൻഡ് ഡബ്ല്യു എന്ന് പറഞ്ഞാൽ എന്താണ്? വെസ്റ്റ്. നോക്കിയേ, അപ്പം വെൻ കറണ്ട് പാസസ് ഫ്രം സൗത്ത് ടു നോർത്ത്, കറണ്ട് സൗത്തിൽ നിന്ന് നോർത്തിലേക്കാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ എന്താണ്? ദ കോമ്പസ് നീഡിൽ ഡിഫ്ലക്റ്റഡ് ടുവേർഡ്സ് വെസ്റ്റ്. കണ്ടോ, സൗത്ത് ഇവിടെയല്ലേ സൗത്ത്, സൗത്ത് നോർത്ത്, അപ്പോൾ സൗത്ത് നോർത്ത്. അങ്ങനെയാണെങ്കിൽ സൗത്തിൽ നിന്ന് നോർത്തിലേക്കാണ് കറണ്ട് മൂവ് ചെയ്യുന്നതെങ്കിൽ കറണ്ട് ഈസ് മൂവിങ് ഫ്രം സൗത്ത് ടു നോർത്ത് ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ദ കോമ്പസ് നീഡിൽ ഗെറ്റ് ഡിഫ്ലക്റ്റഡ് ടുവേർഡ്സ് വെസ്റ്റ്. ഓക്കെ, വെൻ ദ കോമ്പസ് ഈസ് ബിലോ ദ കണ്ടക്ടർ. അത് ഓർത്ത് വെക്കണം, ഈ സ്റ്റേറ്റ്മെന്റ് ഒന്ന് ഓർത്ത് വെക്കണം. കോമ്പസ് ഈസ് ബിലോ ദ കണ്ടക്ടർ. എബവ് ആകുമ്പോൾ നേരെ തിരിയും. ഓക്കെ, കാരണം വെസ്റ്റ് എന്നുള്ളത് ഈസ്റ്റ് ആവും. ഓക്കെ, അപ്പം ഓർത്ത് വെക്കുക, കോമ്പസ് ബിലോ ആണെങ്കിൽ സ്നോ റൂൾ അപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യാം? ഡയറക്ഷൻ കിട്ടും. ഓക്കെ, അത് കൂടാണ്ട് നമുക്ക് റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ ഉപയോഗിക്കാം. ഇഫ് ഇറ്റ് ഇസ് എ സ്ട്രൈറ്റ് കണ്ടക്ടർ, അങ്ങനെ നമുക്ക് ചെയ്യാം. അപ്പം വെൻ ദ കറണ്ട് ഈസ്, സ്നോ റൂൾ സ്റ്റേറ്റ്സ് ദാറ്റ് വെൻ കറണ്ട് ഈസ് ഫ്രം സൗത്ത് ടു നോർത്ത്, ദ കോമ്പസ് നീഡിൽ ഗെറ്റ് റിഫ്ലക്റ്റഡ് ടുവേർഡ്സ് വെസ്റ്റ്. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഓക്കെ, അതും വേണമെങ്കിൽ നോട്ട് ചെയ്തോളൂ. ഓക്കെ, അടുത്ത പോർഷൻ എന്ന് പറയുന്നത് മാഗ്നറ്റിക് ഫീൽഡ് അറൗണ്ട് എ സ്ട്രൈറ്റ് കണ്ടക്ടർ ആണ്. ഓക്കെ, മാഗ്നറ്റിക് ഫീൽഡ് അറൗണ്ട് എ സ്ട്രൈറ്റ് കണ്ടക്ടർ. മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രൈറ്റ്. ഓക്കെ, അപ്പോൾ അടുത്ത പോർഷൻ എന്ന് പറയുന്നത് മാഗ്നറ്റിക് ഫീൽഡ് അറൗണ്ട് എ സ്ട്രൈറ്റ് കണ്ടക്ടർ ആണ്. അപ്പോൾ ഒരു സ്ട്രൈറ്റ് കണ്ടക്ടർ നമ്മൾ എടുത്താൽ, കാരണം നമുക്ക് സർക്കുലർ കോയിലൊക്കെ ഉണ്ട്, കറണ്ട് പാസ് ചെയ്യുന്ന സർക്കുലർ കോയിലൊക്കെ നമ്മൾ എടുക്കുന്നുണ്ട്. അപ്പം മാഗ്നറ്റിക് ഫീൽഡ് അറൗണ്ട് എ സ്ട്രൈറ്റ് കണ്ടക്ടർ കൺസിഡർ ചെയ്യാൻ നേരത്ത് നമ്മളൊരു സ്ട്രൈറ്റ് കണ്ടക്ടർ കൺസിഡർ ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും? അതിലേക്ക് കറണ്ട് പാസ് ചെയ്യും. അതിലൂടെ കറണ്ട് പാസ് ചെയ്യാൻ നേരത്ത് എന്ത് സംഭവിക്കും? മാഗ്നറ്റിക് ഫീൽഡിന് എന്ത് സംഭവിക്കും? ഒരു മാഗ്നറ്റിക് ഫീൽഡ് ജനറേറ്റ് ചെയ്യും. അതായത് ഒരു സ്ട്രൈറ്റ് കണ്ടക്ടറിലൂടെ കറണ്ട് പാസ് ചെയ്യാൻ നേരത്ത് അതിൻ്റെ സറൗണ്ടിങ് റീജിയനിൽ മാഗ്നറ്റിക് ഫീൽഡ് ജനറേറ്റ് ചെയ്യും. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്നുള്ളതാണ് നമുക്ക് നോക്കാനുള്ളത്. അതെന്താ ചെയ്യുന്നത്? നമ്മളൊരു കറണ്ട് പാസ് ചെയ്യുന്നത് ഈ സ്ട്രൈറ്റ് കണ്ടക്ടർ പ്രൊഡ്യൂസ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡ് കോൺസെൻട്രിക് സർക്കിൾസ് ആണ്. എന്താണ് കോൺസെൻട്രിക് സർക്കിൾസ്? എന്താണ്? ദ സർക്കിൾസ് ഹാവിങ് ഡിഫറെൻറ്റ് റേഡിയസ് ബട്ട് ഹാവിങ് ദ കോമൺ സെൻറ്റർ, അല്ലെ കോമൺ സെൻറ്റർ ആയ കുറേ സർക്കിളുകളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? കോൺസെൻട്രിക് സർക്കിൾസ് എന്ന് പറയുക. അപ്പോൾ ഒരു സ്ട്രൈറ്റ് കണ്ടക്ടർ നമുക്ക് കൺസിഡർ ചെയ്യാം. ഒരു സ്ട്രൈറ്റ് കണ്ടക്ടർ എന്ന് പറയുന്നത് ഇത് എ ബി എന്ന് പറഞ്ഞൊരു സ്ട്രൈറ്റ് കണ്ടക്ടർ ആണ്.
ഇതിലൂടെ കറണ്ട് പാസ് ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കുക. ഐ എന്ന് പറയുന്ന ഒരു കറണ്ട് പാസ് ചെയ്യുന്നുണ്ട്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇതൊരു സ്ട്രൈറ്റ് കണ്ടക്ടർ ആണ്. ഇതിലൂടെ എന്ത് ചെയ്യുന്നുണ്ട്? കറണ്ട് പാസ് ചെയ്യുന്നുണ്ട്. അപ്പം ഇതിൻ്റെ സറൗണ്ടിങ് റീജിയണിൽ ഫോം ചെയ്യുന്നത് എന്താണ്? മാഗ്നറ്റിക് ഫീൽഡ് ആണ്. മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? കോൺസെൻട്രിക് സർക്കിൾസ് ആയിരിക്കും. കണ്ടോ, എല്ലാവർക്കും കോമൺ സെൻറ്റർ ഉള്ള ഒരു കോൺസെൻട്രിക് സർക്കിൾസ് ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്? മാഗ്നറ്റിക് ഫീൽഡ് ജനറേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഈ ഡോട്ടർ ലൈൻസ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് മാഗ്നറ്റിക് ഫീൽഡാണ്. ഓക്കെ, അപ്പം മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ ഉണ്ട്. ഇവിടെ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ നമുക്ക് കണ്ടുപിടിക്കേണ്ട കാര്യമുണ്ട്. അത് ഞാൻ പറയാം എങ്ങനെയാണ്. അപ്പം ആദ്യം അറിയേണ്ടത്, ഒരു സ്ട്രൈറ്റ് കണ്ടക്ടറിലൂടെ കറണ്ട് പാസ് ചെയ്യാൻ നേരത്ത് അതിൻ്റെ സറൗണ്ടിങ് റീജിയനിൽ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ജനറേറ്റ് ചെയ്യും. ആ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് എങ്ങനെയാണ്? കോൺസെൻട്രിക് സർക്കിൾസ് ആണ്. ഈച്ച് ആൻഡ് എവറി പോയിന്റ്, എല്ലാ പോയിന്റിലും എങ്ങനെയായിരിക്കും? കോൺസെൻട്രിക് സർക്കിൾസ് ആയിട്ട് ഒരു എന്താണ് ഡിസ്റ്റൻസ് കൂടുന്തോറും എന്താണ് സർക്കിളിൻ്റെ സൈസ് ബിഗറായി വരും. റേഡിയസ് ബിഗറാവും, ഹയർ റേഡിയസിലേക്ക് എത്തും. അപ്പം ഇങ്ങനെ ഒരു കോൺസെൻട്രിക് സർക്കുലർ പാറ്റേണിലാണ് നമുക്ക് മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രൈറ്റ് ലൈൻ കണ്ടക്ടേഴ്സിൻ്റെ സറൗണ്ടിങ് റീജിയനിൽ കിട്ടുന്നത്. ഓക്കെ ആണല്ലോ. അപ്പം ദ മാഗ്നറ്റിക് ഇതിൻ്റെ എഴുതാനുള്ളത് വെൻ കറണ്ട് പാസസ് ത്രൂ എ സ്ട്രൈറ്റ് കണ്ടക്ടർ, the pattern of magnetic field obtained is the pattern of magnetic field lines obtained is in concentric circles. Okay, then ഇതിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഈ ഡയറക്ഷൻ ആയിരിക്കും. ഓക്കെ, ഈ ഡയറക്ഷൻ ആയിരിക്കും. ഓക്കെ, അതായത് ഇവിടെ നിന്ന് ഇങ്ങനെ, ഇവിടെ നിന്ന്. ഓക്കെ, ഇത് എങ്ങനെയാണ് ഡയറക്ഷൻ? വെൻ യു ആർ ലുക്കിംഗ് ഫ്രം ദ ടോപ്പിൽ നിന്ന് നോക്കുവാണെങ്കിൽ ഇറ്റ് ഈസ് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആണ്. അപ്പം ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഡയറക്ഷൻ ഞാൻ പറയാം എങ്ങനെ കണ്ടുപിടിക്കാമെന്ന്. അപ്പോൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ സ്ട്രൈറ്റ് കണ്ടക്ടേഴ്സിനെ ബേസ് ചെയ്തുകൊണ്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം. ഒന്ന്, സ്ട്രൈറ്റ് കണ്ടക്ടറിലൂടെ കറണ്ട് പാസ് ചെയ്യാൻ നേരത്ത് അതിൻ്റെ സറൗണ്ടിങ് റീജിയണിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് കോൺസെൻട്രിക് സർക്കിൾസ് ആണെന്നുള്ള കാര്യം ഫസ്റ്റ് ആൻഡ് ദ മോസ്റ്റ് അറിഞ്ഞിരിക്കണം. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പോൾ ഒരു സ്ട്രൈറ്റ് കണ്ടക്ടറിൽ കറണ്ട് പാസ് ചെയ്താൽ ഇനി എന്തായാലും പറയാം. ഓക്കെ, മേളിൽ നിന്ന് താഴോട്ടായിക്കോട്ടെ, താഴെ നിന്ന് മേളിലേക്കായിക്കോട്ടെ, ഏത് ഡയറക്ഷൻ ആയിക്കോട്ടെ, കറണ്ട് പാസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ സറൗണ്ടിങ് റീജിയനിൽ എന്ത് ചെയ്യും? മാഗ്നറ്റിക് ഫീൽഡ് ജനറേറ്റ് ചെയ്യും. ആ മാഗ്നറ്റിക് ഫീൽഡ് എന്താണ്? കോൺസെൻട്രിക് സർക്കിൾസ് ആണ്. ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഏതൊക്കെ ഫാക്ടേഴ്സ് ആണ് ഈ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ സ്ട്രെങ്ത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്? മാഗ്നറ്റിക് ഫീൽഡിൻ്റെ സ്ട്രെങ്ത്തിനെ ജനറലി റെപ്രസെൻറ്റ് ചെയ്യുന്നത് ബി വെച്ചാണ്. ഓക്കെ, സ്ട്രെങ്ത് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ഇറ്റ്സ് എ വെക്ടർ ക്വാണ്ടിറ്റി വിച്ച് ഹാവിംഗ് മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ. മാഗ്നറ്റിക് ഫീൽഡിൻ്റെ പ്രത്യേകതയാണ്. മാഗ്നറ്റിക് ഫീൽഡിന് നേരത്തെ പറഞ്ഞപ്പോൾ ഞാൻ മറന്നുപോയതാണ്. അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഫസ്റ്റ് സെക്ഷനിൽ നമ്മൾ മാഗ്നറ്റിക് ഫീൽഡ് പഠിച്ചായിരുന്നു. അപ്പോൾ ഞാൻ റെപ്രസെൻറ്റേഷൻ പറയാൻ വിട്ടുപോയി. അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ബി വെച്ചാണ്. വെക്ടർ സൈൻ ഇടും, കാരണം മാഗ്നറ്റിക് ഫീൽഡിന് മാഗ്നിറ്റ്യൂഡും ഉണ്ട്, ഡയറക്ഷനും ഉണ്ട്. ഓക്കെ, ഡയറക്ഷനും മാഗ്നിറ്റ്യൂഡും ഉള്ളതുകൊണ്ട് ബി വെക്ടർ എന്നാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പം മാഗ്നറ്റിക് ഫീൽഡിൻ്റെ സ്ട്രെങ്ത്തിനെ എന്തെല്ലാം ഫാക്ടേഴ്സ്, സ്ട്രൈറ്റ് കണ്ടക്ടറിലെ എന്തെല്ലാം ഫാക്ടേഴ്സ് ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളതാണ് പറയുന്നത്. അപ്പം മാഗ്നറ്റിക് ഫീൽഡ് കൂടണമെങ്കിൽ ഇവിടെ ഒരു കാര്യം ചെയ്താൽ മതി. എന്ത് ചെയ്താൽ മതി? കറണ്ടിൻ്റെ സ്ട്രെങ്ത് കൂട്ടുക. അപ്പം മാഗ്നറ്റിക് ഫീൽഡ് ഡിപ്പെൻഡ്സ് ഓൺ ദ സ്ട്രെങ്ത് ഓഫ് ദ കറണ്ട്. ഓക്കെ, വെൻ ദ സ്ട്രെങ്ത് ഓഫ് ദ കറണ്ട് ഇൻക്രീസസ്, ദ സ്ട്രെങ്ത് ഓഫ് ദ മാഗ്നറ്റിക് ഫീൽഡ് ഓൾസോ ഗെറ്റ്സ് ഇൻക്രീസസ്. ഇനി മറ്റൊരു കാര്യം ഡിപ്പെൻഡ് ചെയ്യുന്നത്, മാഗ്നറ്റിക് ഫീൽഡ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ, ദ സ്ട്രെങ്ത് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദ ഡിസ്റ്റൻസ് ഫ്രം ദ കണ്ടക്ടർ. നോക്കി, ഈ കോൺസെൻട്രിക് സർക്കിൾസിൻ്റെ റേഡിയസ് അഥവാ ഡിസ്റ്റൻസ് ഫ്രം ദ കണ്ടക്ടർ ഇൻക്രീസ് ചെയ്താൽ നമ്പർ ഓഫ് ഫീൽഡ് ലൈൻസിൻ്റെ എണ്ണം കുറയുവാണ്. ഏറ്റവും കൂടുതൽ ഫീൽഡ് ലൈൻസ് അടുത്തായിരിക്കും. സോ ക്ലോസർ ആയിരിക്കും ഏറ്റവും സ്ട്രെങ്ത് ഉള്ള മാഗ്നറ്റിക് ഫീൽഡ്. വെൻ ദ ഡിസ്റ്റൻസ് ഫ്രം ദ കണ്ടക്ടർ ഇൻക്രീസസ്, മാഗ്നറ്റിക് ഫീൽഡ് ഡിക്രീസസ്. കണ്ടോ, ഇൻവേഴ്സ്ലി ആണെങ്കിൽ അതിൻ്റെ മീനിങ് എന്താ? വെൻ ആർ ഇൻക്രീസസ്, ബി ഡിക്രീസസ്. ശരിയല്ലേ? ആർ ഇൻക്രീസ് ചെയ്യുന്നു, അതായത് ഡിസ്റ്റൻസ് ഇൻക്രീസ് ചെയ്യുന്നു. ഡിസ്റ്റൻസ് ഇൻക്രീസ് ചെയ്യുമ്പം ബിയുടെ വാല്യൂ കുറയണം. അപ്പോൾ ഇൻവേഴ്സ്ലി എന്നല്ല എഴുതാം. അപ്പോൾ ഡയറക്ട്ലിയുടെ മീനിങ് എന്താ? കറണ്ട് ഇൻക്രീസ് ചെയ്താൽ ഓട്ടോമാറ്റിക്കലി ബി ഇൻക്രീസ് ചെയ്യും. അപ്പം വിച്ച് ആർ ദ ഫാക്ടേഴ്സ്? അപ്പോൾ ഇതാണ് ഫാക്ടേഴ്സ് ഡിപ്പെൻഡ്സ് ഓൺ ദ സ്ട്രെങ്ത് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്. ഓക്കെ ആണല്ലോ. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പോൾ അത് എല്ലാവരും എഴുതിക്കോളൂ. ഹെഡിങ് തരാം. അപ്പം ഓക്കെ, മാഗ്നറ്റിക് ഫീൽഡ് അറൗണ്ട് സ്ട്രൈറ്റ് കണ്ടക്ടർ എന്ന് ഹെഡിങ് കൊടുക്കുക. അപ്പോൾ അതിനുശേഷം മാഗ്നറ്റിക് ഫീൽഡ് അറൗണ്ട് സ്ട്രൈറ്റ് കണ്ടക്ടർ എന്ന് എഴുതിയതിനു ശേഷം എന്താണ്? ദ മാഗ്നറ്റിക് ഫീൽഡ് അറൗണ്ട് സ്ട്രൈറ്റ് കണ്ടക്ടർ ഈസ് ഇൻ എന്താണ്? കോൺസെൻട്രിക് സർക്കിൾസ്. അത്ര എഴുതുക. അതിനുശേഷം factors depends on the strength of magnetic field. Factors depends on strength of magnetic field around a straight conductor. Okay, അപ്പോൾ അതും കൂടെ എഴുതുക. ദി ഫാക്ടേഴ്സ് ഡിപ്പെൻഡ്സ് ഓൺ ദ സ്ട്രെങ്ത് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് അറൗണ്ട് സ്ട്രൈറ്റ് കണ്ടക്ടർ. രണ്ട് ഫാക്ടേഴ്സ് ആണ്, കറണ്ട് ആൻഡ് ദ ഡിസ്റ്റൻസ് ഫ്രം ദ കണ്ടക്ടർ. അപ്പോൾ ഇത് എഴുതിക്കോളുക. എന്നിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് എഴുതാം, വെൻ കറണ്ട് ഇൻക്രീസസ് ദ സ്ട്രെങ്ത് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ഓൾസോ
when current increases the strength of magnetic field also gets increased. Okay, രണ്ട് നിങ്ങൾക്ക് when B, okay, second one, when distance from the conductor increases, when the distance from the straight conductor increases, the magnetic field decreases. Okay, these are the two factors which depends on the strength of magnetic field around a straight conductor. Clear? Then the thing next we have to study okay, next we are going to look how can you find the direction of the magnetic field generated by a straight conductor. Okay, so next is actually the rule which is used to find the direction of magnetic field around a straight conductor is rule to find the direction alle. Okay, namukku ingane ezhudam direction. Okay, direction can be found out by right hand thumb rule. Okay, right hand thumb rule. Okay, വേറെ റൂൾസ് ഒക്കെ ഉണ്ട്, കോർക്ക് സ്ക്രൂ റൂൾ ഒക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ പറഞ്ഞിരിക്കുന്നത് റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ ആണ്. അപ്പം ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് അറൗണ്ട് എ സ്ട്രൈറ്റ് കണ്ടക്ടർ ക്യാൻ ബി ഫൗണ്ട് ഔട്ട് ബൈ യൂസിങ് റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ. ഓക്കെ, റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ എന്താ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഹോൾഡ് ദ കണ്ടക്ടർ ഓൺ യുവർ റൈറ്റ് ഹാൻഡ്. ഇതാണ് എൻ്റെ കണ്ടക്ടർ എങ്കിൽ ഹോൾഡ് ഇറ്റ് ഓൺ യുവർ റൈറ്റ് ഹാൻഡ് വിത്ത് എ തമ്പ് പോയിന്റിങ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് കറണ്ട്. കറണ്ട് ഏത് ഡയറക്ഷൻ ആണോ ആ ഡയറക്ഷനിൽ ഏത് പോയിന്റ് ഔട്ട് ചെയ്യണം? നമ്മുടെ തമ്പ് പോയിന്റ് ഔട്ട് ചെയ്യണം. ഓക്കെ, തമ്പ്. അപ്പോൾ ഇവിടെ അപ്വേർഡ് ഡയറക്ഷൻ ആണെങ്കിൽ തമ്പ് ഇങ്ങനെ, അപ്പോൾ ഞാൻ ഹോൾഡ് ചെയ്യുവാണെങ്കിൽ ഇങ്ങനെയല്ലേ എനിക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ഇനി കറണ്ട് ഡൗൺവേർഡ് ആയിരുന്നെങ്കിൽ എങ്ങനെ ഹോൾഡ് ചെയ്യണം? ഇങ്ങനെ ഹോൾഡ് ചെയ്യണം അല്ലേ, കറണ്ട് നല്ല ഡൗൺവേർഡ് ആവുള്ളൂ. ഇനി ഇങ്ങോട്ടാണെങ്കിൽ ഇതുപോലെ ഹോൾഡ് ചെയ്യുക, ഇപ്പുറത്തേക്കാണെങ്കിൽ ഇതുപോലെ ഹോൾഡ് ചെയ്യുക. അപ്പം ഏത് ഡയറക്ഷനിലാണോ കറണ്ട് ആ ഡയറക്ഷനിൽ തമ്പ് വരുന്ന രീതിയിൽ എന്ത് ചെയ്യുക? കണ്ടക്ടറിനെ ഹോൾഡ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ ഇവിടെ അപ്വേർഡ് ആണ് കറണ്ട് എന്ന് വിചാരിക്കുക. അപ്വേർഡ് ഡയറക്ഷനിൽ കറണ്ട് ആണെങ്കിൽ hold the conductor on your right hand with the thumb pointing in the direction of current such a way that the curled fingers, the curling remaining fingers അല്ലെ, curled remaining fingers, അതായത് ബാക്കി റിമൈനിങ് ഫിംഗേഴ്സ് ഈ നാലെണ്ണം അല്ലേ, these curled fingers will give you the direction of magnetic field. ഈ കേൾ ചെയ്ത ഫിംഗർ ആയിരിക്കും എന്ത് ചെയ്യുന്നത്? മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ തരുന്നത്. ഇപ്പോൾ ഡൗൺവേർഡ് ആണ് കറണ്ട് എങ്കിൽ ഇങ്ങനെ ഹോൾഡ് ചെയ്യാം, ഇതായിരിക്കും ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്. അപ്പോൾ നോക്കി, ഇങ്ങനെ ഹോൾഡ് ചെയ്യാൻ നേരത്ത് നിങ്ങൾ നോക്കി മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങനെയല്ലേ പോണത്, അതായത് ഇങ്ങനെയാണ് ഹോൾഡ് ചെയ്യുന്നത്, അപ്പം ഇങ്ങനെയാണ് മാഗ്നറ്റിക് ഫീൽഡ്. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇതിനെ വളച്ച് കൊണ്ടുവരികയാണെങ്കിൽ നിങ്ങൾക്ക് ഇത് എന്താണ്? ഓട്ടോമാറ്റിക്കലി ആൻറ്റി ക്ലോക്ക് വൈസ് അല്ലേ നിങ്ങൾക്ക് വരുന്നത് അല്ലേ? നിങ്ങൾക്കിത് ആൻറ്റി ക്ലോക്ക് വൈസ് ആയിരിക്കും വരുന്നത് ആണല്ലോ. കാരണം എന്താണ്? ഹോൾഡ് ചെയ്ത് ഇങ്ങനെയാണ്, ഹോൾഡ് ചെയ്ത് ഇങ്ങനെ നിങ്ങൾ നോക്കിയറിയാം അല്ലേ, ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. ഓക്കെ, ആൻറ്റി ക്ലോക്ക് വൈസ്. ഇനി കറണ്ട് ഡൗൺവേർഡ് ആണെന്ന് വിചാരിക്കുക. കറണ്ട് ഡൗൺവേർഡ്സ് ആണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഇങ്ങനെ ഹോൾഡ് ചെയ്യണം. ഇങ്ങനെ ഹോൾഡ് ചെയ്യുമ്പോൾ എന്താണ്? ഇങ്ങനെയാണ് പോകുന്നത് അല്ലേ, കറണ്ട് ഇങ്ങനെ ഹോൾഡ് ചെയ്യുന്നത്. അപ്പം നിങ്ങളുടെ അടുത്തേക്ക് ഞാൻ ആ ടോപ്പ് കൊണ്ടുവരികയാണെങ്കിൽ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ അല്ലേ. അപ്പം ഇവിടെ ഒരു പ്രത്യേകത കൊണ്ടുണ്ട്, നമ്മൾ നോക്കുന്ന പൊസിഷനും കൂടെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ ടോപ്പിൽ നിന്നാണ് രണ്ട് കേസും നോക്കിയത്. അതായത് ഞാനിപ്പം ഈ കേസ് എടുക്കുവാണെങ്കിൽ ഈ കേസിൽ ഞാൻ കറണ്ട് അപ്വേർഡ് ആണെങ്കിൽ ഇങ്ങനെ ഹോൾഡ് ചെയ്യുന്നു. ടോപ്പിൽ നിന്ന് നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് പറയാം? ഇത് എന്താണ്? ഹോൾഡ് ചെയ്യുമ്പം ആൻറ്റി ക്ലോക്ക് വൈസ് എന്ന് പറയാം അല്ലേ. ദെൻ അതേ സാധനം തന്നെ ഞാൻ ബോട്ടത്തിൽ നിന്ന് നോക്കുവാണെങ്കിലോ, നോക്കിയേ, ബോട്ടത്തിൽ നിന്ന് നോക്കുമ്പം ക്ലോക്ക് വൈസ് അല്ലേ, ക്ലോക്ക് വൈസ് അല്ലേ വരിക. അപ്പം നോക്കുന്ന പൊസിഷൻ ഇമ്പോർട്ടൻ്റ് ആണ്, ഏത് എൻഡിൽ നിന്നാണ് നോക്കുന്നതെന്നും ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പോൾ നമ്മളത് ടോപ്പാണോ ബോട്ടമാണോ സൈഡ് ഏതാണെന്നൊക്കെ നമ്മൾ പറയും. ലെഫ്റ്റ് ആണോ റൈറ്റ് ആണോ ഈസ്റ്റ് ആണോ വെസ്റ്റ് ആണോ എന്നൊക്കെ നമ്മൾ ഡിപ്പെൻസ്, അങ്ങനെ പല രീതിയിൽ ഡയറക്ഷൻസ് നമ്മൾ പറയാറുണ്ട്, പൊസിഷൻസ് പറയാറുണ്ട്. ഓക്കെ, അപ്പം എനിവേ റൂൾ ഇത്രയേ ഉള്ളൂ. ഹോൾഡ് ദ കണ്ടക്ടർ ഓൺ യുവർ റൈറ്റ് ഹാൻഡ് in which the thumb pointing in the direction of current such a way that the curled fingers will gives you the curled remaining fingers will gives you the direction of മാഗ്നറ്റിക് ഫീൽഡ്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ഹോൾഡ് ചെയ്തൊക്കെ നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി ഡയറക്ഷൻ മനസ്സിലാവും. എന്നിട്ട് നമ്മുടെ നേരേക്ക് ഇപ്പം നമുക്ക് ഏതെങ്കിലും ഒരു പൊസിഷൻ, ഞാൻ ടോപ്പിൽ നിന്നാണ് നോക്കണമെങ്കിൽ നമ്മുടെ നേരേക്ക് ആക്കി നോക്കിയാൽ മതി, ഏത് ഡയറക്ഷനാണ് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ, അങ്ങനെയാണ് ഞാൻ ഈ ഡയറക്ഷൻ കണ്ടുപിടിച്ചത്. ഈ ഡയറക്ഷൻ നോക്കിയേ, കറണ്ട് അപ്വേർഡ്. നോക്കിയേ, ഹോൾഡ് ചെയ്യുമ്പോൾ ഞാൻ ഇങ്ങനെയല്ലേ ഹോൾഡ് ചെയ്യേണ്ട, അപ്വേർഡാണ് കറണ്ട്. അപ്പോൾ ഹോൾഡ് ചെയ്യുമ്പം ഇവിടെ നിന്ന് മാഗ്നറ്റിക് ഫീൽഡ് ഇവിടെ നിന്ന് ഇൻറ്റു ദ പേജ്, ഇൻറ്റു ദ ബോർഡ്, എന്നിട്ട് എന്ത് ചെയ്യും? പുറകിൽ കൂടെ കറങ്ങി ഇവിടെ നിന്ന് ഔട്ട് ഓഫ് ദ ബോർഡ്. അപ്പോൾ നോക്കിയേ, ഇവിടെ ഔട്ട് ഓഫ് ദ ബോർഡും ഇവിടെ ഇൻറ്റു ദ ബോർഡും അല്ലേ, കണ്ടോ? അതുകൊണ്ടാണ് ഡയറക്ഷൻ ഞാൻ ഇങ്ങനെ വെച്ചത്. അപ്പം ടോപ്പിൽ നിന്ന് നോക്കുന്ന ഒരാൾക്ക് എന്താണിത്? ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആയിട്ടാണ് കാണുന്നത്. സോ ഹിയർ ദ മാഗ്നറ്റിക് ഫീൽഡ് ഈസ് ഇൻ ദ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത്രയാണ് നമുക്ക് ആദ്യത്തെ പോർഷൻ. അടുത്തത് നമുക്ക് ഇനി പഠിക്കാനുള്ളത്. അപ്പം ഇത് നിങ്ങൾ എഴുതണം. റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ എന്താണെന്ന് എഴുതണം. റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ ഒന്ന് എഴുതിക്കോ. The direction of magnetic field around a straight conductor can be found out by using right hand thumb rule. ആദ്യം അത്ര എഴുതുക. Okay, after that right hand thumb rule define ചെയ്യാം. The rule states that എഴുതിയാലും മതി. States that എന്താണ്? Hold the conductor on your right hand. Okay, hold the conductor on your right hand with the thumb pointing in the direction of current
with the thumb pointing in the direction of current. Hold the conductor on your right hand with the thumb pointing in the direction of current, such a way that the remaining curled fingers, okay, such a way that the remaining curled fingers, such a way that the remaining curled fingers will gives you the direction of magnetic field, will gives you the direction of magnetic field, will gives you the direction of magnetic field. Okay, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ സെക്ഷനിൽ നമ്മൾ എടുക്കുന്നത്. അപ്പം ഇന്ന് നമ്മൾ സ്ട്രൈറ്റ് കണ്ടക്ടറിൻ്റെ കൺസെപ്റ്റ് കണ്ടു. അപ്പോൾ സ്ട്രൈറ്റ് കണ്ടക്ടറിൻ്റെതും സ്ട്രൈറ്റ് കണ്ടക്ടറിലെ ആദ്യം നമ്മൾ കണ്ടത് മാഗ്നറ്റിക് ഫീൽഡ് അറൗണ്ട് എ കണ്ടക്ടർ, ഒരു കണ്ടക്ടറിൻ്റെ സറൗണ്ടിങ് റീജിയനിലെ മാഗ്നറ്റിക് ഫീൽഡിനെ കണ്ടു. ഓസ്റ്റഡ് സെക്സിൻ്റെ എക്സ്പെരിമെൻറ്റിനെ ബേസ് ചെയ്ത് എന്തൊക്കെ കൺക്ലൂഷനാണ് പുള്ളി എത്തിയെന്നുള്ളത് നമ്മൾ കണ്ടു. അതിനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ അതിനകത്ത് കോമ്പസ് നീഡിലിൻ്റെ ഡിഫ്ലക്ഷൻ എങ്ങനെ ഏത് റൂൾ വെച്ച് നമുക്ക് കണ്ടുപിടിക്കാം എന്നുള്ളത് പറഞ്ഞു. ആഫ്റ്റർ ദാറ്റ് നമ്മൾ സ്ട്രൈറ്റ് കണ്ടക്ടർ കണ്ടു. സ്ട്രൈറ്റ് കണ്ടക്ടറിൻ്റെ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ പ്രത്യേകത എന്താണ്, എങ്ങനെയാണ് ഇരിക്കുന്നത്, അതിനുശേഷം ഈ മാഗ്നറ്റിക് ഫീൽഡിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ് ഈ സ്ട്രൈറ്റ് കണ്ടക്ടറിലെ. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്തു, ഏത് റൂൾ ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കാം. അത് റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ ആണെന്നുള്ളത് കണ്ടു, അതിൻ്റെ ഡെഫിനിഷൻ കണ്ടു. ഓക്കെ, അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് എന്താണ്, അടുത്ത ക്ലാസ്സിൽ നമുക്ക് മാഗ്നറ്റിക് ഫീൽഡ് അറൗണ്ട് എ സർക്കുലർ കോയിൽ. ഓക്കെ, മാഗ്നറ്റിക് ഫീൽഡ് അറൗണ്ട് എ സർക്കുലർ കോയിൽ വിച്ച് ക്യാരീസ് കറണ്ട്. ഇപ്പോൾ സ്ട്രൈറ്റ് കണ്ടക്ടർ കണ്ടു. അടുത്ത അപ്പോൾ നമ്മൾ സർക്കുലർ കോയിൽ വിച്ച് ക്യാരീസ് കറണ്ട് ആണ് നമുക്കിനി പഠിക്കാനുള്ളത്. ഓക്കെ, അത് അടുത്ത ക്ലാസ്സിൽ കാണാം. അപ്പോൾ ഇതെല്ലാവരും നോട്ട് ചെയ്തെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ഡയഗ്രാം വരച്ചെടുക്കുക എന്തായാലും. ഓക്കെ, അപ്പോൾ എന്തായാലും അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ.